ഇപ്പോ സകല പള്ളികളിലും യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വല്ല പുതിയ ഹദീസും കണ്ടോ അതിന്? ഇത്രയും കാലം ഈ സലഫി മസ്ജിദുകളിലും മറ്റു പുരോഗമന പ്രസ്ഥാനങ്ങളിലെ പള്ളികളിലുമെല്ലാം ആളുകൾ അത് തേടി തേടി ഇങ്ങനെ പോകും. എവിടെയാണ് ഒരു സലഫി മസ്ജിദ് ഉള്ളത്? ഒപ്പമുള്ള സ്ത്രീകൾക്കൊന്ന് ഇറങ്ങാനും ഒന്ന് വിശ്രമിക്കാനും നിസ്കരിക്കാൻ. ഇന്നിപ്പോ അതിന്റെ പ്രശ്നമില്ല. ഇതൊക്കെ നവോത്ഥാനം കൊണ്ടുണ്ടായ മാറ്റത്തിന്റെ ഒരു ഭാഗമാണ്. 10-ൽ താഴെ കൊല്ലമേ ആയുള്ളൂ ഇവിടെ മുസ്ലിം സ്ത്രീകൾ യാത്ര തുടങ്ങിയിട്ട്. അള്ളാഹുവിന്റെ റസൂൽ പടുത്തുയർത്തിയ പള്ളിയാണ് മസ്ജിദ് നബവി. കാലാകാലങ്ങളിലായി സത്യവിശ്വാസികൾ പുനർനിർമ്മാണം നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കഅബാലയം, മസ്ജിദുൽ ഹറാം, സൗദിയിലെ മറ്റു പള്ളികൾ, അറബ് രാജ്യങ്ങളിലെ പള്ളികളെല്ലാം തന്നെ അവിടൊക്കെ സ്ത്രീകൾ അനുസ്യൂതമായി എത്രയോ കാലമായി പള്ളി നിർമ്മിച്ച കാലം മുതൽ ഈ സമുദായത്തിന്റെ അവിഭാജ്യ ഘടകമായ സ്ത്രീ സമൂഹം അവരാണ് നമ്മുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നത്, നമ്മുടെ മക്കളെ വളർത്തുന്നത്. അവർക്ക് കൃത്യമായി വെള്ളിയാഴ്ച ഒരു അരമണിക്കൂർ സമയം ഖുർആനും സുന്നത്തും മനസ്സിലാക്കിക്കൊണ്ട് ഉത്ബോധനം കേൾക്കാനുള്ള അവസരം ലഭിച്ചാൽ ഈ സമുദായം ഇന്ന് വളർന്നതൊന്നും ആയിരിക്കുകയില്ല, വമ്പിച്ച വളർച്ചയാകും ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇവർ കയറി പിടിച്ചത്. ആ സമയത്ത് അവര് കഥ പറഞ്ഞും മാവാരികകൾ വായിച്ചും TV കണ്ടും ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ തോണ്ടിയും അവരുടെ സമയം, വിലപ്പെട്ട സമയം പാഴാക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനത്തിന്റെ ഒരു ഭാഗമായിരുന്നു സ്ത്രീ ജമാഅത്ത് എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നവോത്ഥാനത്തിന്റെ വഴിയിലെ തടസ്സങ്ങളെ നാം തിരിച്ചറിയുക. എത്ര വലിയ പ്രബലരായ ആളുകൾ രംഗത്ത് വന്നാലും അതെല്ലാം ബാത്തിലാവും. അള്ളാഹുവിന്റെ പ്രഭവയെ ആരെങ്കിലും വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ നിഷേധികൾക്ക് എത്ര വെറുപ്പുണ്ടെങ്കിലും, ബഹുദൈവ വിശ്വാസികൾക്ക് എത്ര വെറുപ്പുണ്ടെങ്കിലും അള്ളാഹു അവന്റെ പ്രകാശത്തെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം നാം സത്യമായി മുഖവിലക്കെടുത്തുകൊണ്ട് നാം ആത്മാർത്ഥമായി നവോത്ഥാന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കുമാറാകട്ടെ.